ഭാരതാംബ വിവാദത്തിൽ പരസ്യ പ്രതിഷേധത്തിനിറങ്ങിയ ബി.ജെ.പിക്ക് തുടക്കത്തിലെ പാളി. സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയുടെ പ്രചാരണ പോസ്റ്ററിൽ കാവിക്കൊടി ഒഴിവാക്കി ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ ചിത്രമാണ് ബി.ജെ.പി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത്. നിലപാട് മാറ്റം വലിയ വാർത്തയായതോടെ ഉടനടി തിരുത്തി. കാവിക്കൊടിയുള്ള ചിത്രം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിൽ ഉൾപ്പെടുത്തി. പാലക്കാട് ബി.ജെ.പി സംഘടിപ്പിച്ച പരിപാടിയിലും ഇതേ ആശയക്കുഴപ്പം ആവർത്തിച്ചു. ഭാരതാംബ ചിത്രവിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് രാജ്ഭവൻ ഇന്നും തുടർന്നപ്പോൾ ഗവർണർ മര്യാദ പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. ഇത് തിരുവനന്തപുരത്ത് ബി.ജെ.പി നടത്തിയ ഭാരതമാതാവിന് പുഷ്പാർച്ചന പരിപാടി. വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കാവിക്കൊടി ഭാരതാംബ ചിത്രം തന്നെ ഉപയോഗിച്ച് ഗവർണർക്കും രാജ്ഭവനും സംസ്ഥാന ബി.ജെ.പിയുടെ ഐക്യദാർഢ്യം. ഇത് ഈ പരിപാടിയുടെ പ്രചാരണത്തിനായി ഔദ്യോഗിക പേജിൽ ബി.ജെ.പി പോസ്റ്റ് ചെയ്ത ചിത്രം. ചിത്രത്തിൽ കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക. ഇന്ത്യയുടെ ഭൂപടത്തിന് പകരം RSS ഉപയോഗിച്ചു വരാറുള്ള അഖണ്ഡ ഭാരത സങ്കല്പത്തിന്റെ പ്രതീകാത്മക ഭൂപടവും ചിത്രത്തിൽ ഇല്ല. ബി.ജെ.പിയുടെ നിലപാട് മാറ്റം വലിയ വാർത്തയായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും ട്രോളുകളും സ്വയം തിരുത്തി ത്രിവർണ്ണ പതാക തെരഞ്ഞെടുത്തതിലുള്ള ആശംസകളും അതിന്മേലുള്ള തർക്കവുമെല്ലാം നിറഞ്ഞു. ഇതോടെയാണ് പഴയ പതിവ് ചിത്രം തന്നെ ഉപയോഗിച്ച് പരിപാടി നടത്തിയത്. ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ്. ഇതേ ആശയക്കുഴപ്പം പാലക്കാട്ടും ആവർത്തിച്ചു. അവിടെയും ഫേസ്ബുക്കിൽ ത്രിവർണ്ണ പതാകയും പ്രതിഷേധ പരിപാടിയിൽ കാവിക്കൊടിയും. കാവിയെ തള്ളി പച്ചയെ കൂട്ടുപിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. ഈ കാവിയോടുള്ള അലർജി പച്ചയെ കൂടുതൽ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം വർഗീയതയെ കൂടുതലായിട്ട് കെട്ടിപ്പുണരാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് കേരളത്തിലെ മുന്നണി. അതാണ് കാവിയോടുള്ള അലർജി. ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ അവിടെയും നിർത്തിയില്ല. ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ച് പ്രതികരണം. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനിൽ നടത്തിയ അന്തർദേശീയ യോഗാ ദിന പരിപാടിയിലും പതിവ് പോലെ കാവിക്കൊടി പിടിച്ച ചിത്രം തന്നെ ഉപയോഗിച്ച് സർക്കാരിനോട് ഏറ്റുമുട്ടാൻ ഉറച്ചു തന്നെ എന്ന സന്ദേശം നൽകി. രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മതനിരപേക്ഷത സംരക്ഷിക്കാനാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരു വനിത എന്നിട്ട് അതിൽ നിന്നിപ്പോൾ ദേശീയ പതാക ഒരു പുരുഷനെ കൂടെ വയ്ക്കേണ്ടായിരുന്നു. ഒരാളെ തുല്യത വേണ്ട. ഗവർണർ ഭരണഘടനാ മാന്യത പാലിക്കണമെന്ന് കെ രാജൻ ന്യൂസ് മലയാളത്തിന്റെ മോർണിംഗ് ഷോ ഹലോ മലയാളത്തിൽ പറഞ്ഞു. ഗവർണർ ഭരണഘടനാപരമായി പാലിക്കേണ്ട മര്യാദകളും മാന്യതകളും ഉയർത്തിപ്പിടിക്കേണ്ട ഭരണഘടനാ മൂല്യങ്ങളുമുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഗവർണറുള്ള രാജ്ഭവനെയും ഗവർണറെയും ഞങ്ങൾ ബഹുമാനിക്കുന്നത്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് ഗവർണർ പുറകോട്ട് പോയാൽ ആ വിധത്തിൽ ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകാൻ തയ്യാറല്ല. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറാണ് തീരുമാനിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറും, ക്ലിഫ് ഹൗസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും, നിയമസഭയിൽ എന്ത് വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനിടെ ഗവർണർക്കെതിരെ SFIയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ചയും ABVPയും പ്രതിഷേധം തുടരുകയാണ്. കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യുവമോർച്ച പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തിരുവനന്തപുരം ആയുർവേദ കോളേജിന് മുന്നിൽ ഗവർണർക്കെതിരെ ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPയും തോറ്റുമടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്ന ബാനർ ഉയർത്തി. മന്ത്രിയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ABVPയുടെ ശ്രമം നടപ്പാവില്ലെന്ന് TP രാമകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പദവികളും നിലപാടുകളും നിശ്ചയിക്കുന്നത്. അതിൻ്റെ വ്യതിയാനമുണ്ടായിരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട ഗവർണർ തിരുത്തുക. സർക്കാരും രാജ്ഭവനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുന്നു. രാജ്ഭവനൊപ്പം BJPയും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും ചേരുന്നു. സർക്കാരിനൊപ്പം ഇടതു പാർട്ടികളും അവരുടെ സംഘടനകളും തെരുവിലിറങ്ങുന്നു. അസാധാരണ സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നീങ്ങുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.